ഇന്ന് ജാനുവട്ടിക്ക് ഓൺലൈൻ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് ലേറ്റായിട്ടാണ് എണീറ്റത്. ലേറ്റായിട്ട് എണീറ്റതിൻ്റെ മെയിൻ കാരണം നടുവേദനയാണ്. കുറേ നാളായിട്ട് സഹിക്കാൻ പറ്റുന്ന നടുവേദനയാണ്. അതുകൊണ്ടുള്ള ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വെറും വയറ്റിൽ രാവിലെ ഈ കഷായം കുടിക്കണം. ഭയങ്കര കയ്പ്പാട്ടോ, എന്നാലും കുടിച്ചല്ലേ പറ്റുള്ളൂ. അങ്ങനെ കഷായമൊക്കെ കുടിച്ചതിന് ശേഷം നേരെ അടുക്കളയിൽ പണിയിലോട്ട് കിടന്ന് ചോറൊക്കെ വേവിക്കാൻ വെച്ചു. ബീഫായിരുന്നു ഇന്ന്. അപ്പോൾ ബീഫ് തണുപ്പ് മാറാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ടു. പിന്നെ മക്കൾക്ക് രാവിലെ നെയ്യിൽ വഴറ്റിയ നേന്ത്രപ്പഴം കൊടുത്തു. പിന്നെ ഇന്ന് കപ്പ വയ്ക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രോസൺ കപ്പയായിട്ടോ മേടിക്കുന്നത്. മറ്റേ കപ്പ മേടിച്ച് പൊളിക്കുമ്പോഴേ മുഴുക്ക അത് അഴുക്കായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചീത്ത ആയതുപോലെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫ്രോസൺ കപ്പയും ഫ്രോസൺ ബീഫും ആയിട്ട് മേടിക്കുന്നത്. അപ്പം ഈ ഫ്രോസൺ ബീഫും മേടിക്കുമ്പോൾ നാട്ടിലെ ഒരു ബീഫിൻ്റെ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അങ്ങനെ ഉച്ചയ്ക്ക് പൈനാപ്പിൾ പുളിശ്ശേരി, ഇടിച്ചക്ക തോരൻ, കപ്പയും ബീഫുമായിട്ട് കഴിച്ച് കഴിഞ്ഞപ്പോൾ അന്ന് ജാനുവട്ടിക്ക് മേടിച്ച കട്ടിലും കൊണ്ട് ആൾക്കാരെത്തി കേട്ടോ. അപ്പോൾ അതൊക്കെ ഇവിടെ വെച്ച് തന്നെ അവർ സെറ്റ് ചെയ്തു. പിന്നെ നമ്മുടെ സോഫയും ഒന്ന് അവിടെ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ അതൊന്ന് ചീത്തയായി. അപ്പോൾ അതൊക്കെ അവർ ശരിയാക്കി തന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ.